വെൽക്കം ഫ്രണ്ട്സ്, ഞാൻ സോബി. ട്രേഡിംഗ് സീക്രട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ട ഒരു ട്രേഡ് സെറ്റപ്പ് എന്ന് പറയുന്നത് 99% വിജയ സാധ്യതയുള്ള ഒരു ട്രേഡ് സെറ്റപ്പ് ഓൾറെഡി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മുടെ ചാനൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ പാർട്ടാണിത്. അപ്പോൾ ആ കണ്ടിന്യൂആണ് ഒരു ട്രേഡിൽ നിന്ന് നമ്മളെ ഇമോഷൻസ് ട്രിക്ക് ഔട്ട് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനും, അതുപോലെ തന്നെ മാർക്കറ്റിൻ്റെ ഒപ്പം എങ്ങനെയാണ് നമ്മൾ സഞ്ചരിക്കേണ്ടത്, എന്താണ് ഒരു റൂൾസ് ഡിഫൈൻഡ് സിസ്റ്റത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ലെസണാണ് ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. സോ ഇന്നത്തെ ദിവസം 3 ജൂൺ 2025. സോ നമുക്ക് ചാർട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പുറകോട്ട് പോകാം. അപ്പം ലാസ്റ്റ് നമ്മളിവിടെ വെച്ച് നോക്കുമ്പോൾ ഇവിടം വരെയാണ് നമ്മളുടെ ചാർട്ട് ഫോർമേഷൻ വന്നിരിക്കുന്നത്. സോ നമ്മൾ ഈ ഒരു ചാർട്ട് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കളയുന്നു. ഓക്കെ, അപ്പം ഇതെന്ന് പറയുന്നത് ഫെബ്രുവരി 4 ഫെബ്രുവരി 2025. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ. ഇന്ന് ജൂണിന് 5 മാസം പുറകിലുള്ള ചാർട്ടാണ്. സോ നമുക്ക് ചാർട്ട് അനലൈസ് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് ട്രേഡ്, സിമ്പിൾ ഒരു റൂൾ ബേസ്ഡ് സിസ്റ്റത്തിൽ നമ്മൾ എങ്ങനെയാണ് ട്രേഡ് ഇനീഷ്യേറ്റ് ചെയ്യാൻ പോകുന്നത്, പ്ലസ് എന്തായിരിക്കണം നമ്മളുടെ ആ സമയത്ത് ഇമോഷൻസ് എന്ന് നമ്മൾ നോക്കാം. ഓക്കെ, എങ്ങനെയല്ല ചെറിയൊരു പോയിന്റിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യാൻ പോകുന്നതെന്ന് വിചാരിക്കാം. അപ്പം ഇവിടെ നമ്മൾ നോക്കുമ്പം എവിടെയാണ് ലിക്വിഡിറ്റി? ഇവിടെയാണ് ലിക്വിഡിറ്റി, റൈറ്റ്? ഈ ഒരു ബോട്ടം ലൈന് എക്സാക്ട്ലി ഇതിന് താഴെ പ്രൈസ് ടാപ്പ് ചെയ്യുമ്പം ലിക്വിഡിറ്റി ഉണ്ട്, റൈറ്റ്? നൗ എവിടെയാണ് ലിക്വിഡിറ്റി? ഇതിന് മുകളിൽ പ്രൈസ് ടാപ്പ് ചെയ്യുമ്പോൾ അതിന് മുകളിൽ ഇവിടെ ഒരു ലിക്വിഡിറ്റി പോയിന്റ് ഉണ്ട്, ഇവിടെയുണ്ട്. സോ അതുകൊണ്ടാണ് ഈ ഒരു വിക്സ് കൺസിഡർ ചെയ്ത് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്കൊരു റേഞ്ച് കിട്ടി, ഒരു ട്രേഡബിൾ റേഞ്ച് കിട്ടി, അല്ലേ? ഇനി എവിടെയാണ് അടുത്ത ലിക്വിഡിറ്റി എന്ന് പറയുന്നത്? ഇനി ഇവിടെയാണ് അടുത്ത ലിക്വിഡിറ്റി എന്ന് പറയുന്നത്, അല്ലേ? ഈ ഒരു ബോട്ടം, ഈ ഒരു പ്രൈസ്, ഇതിന് ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്യുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ലിക്വിഡിറ്റി ഉണ്ട്, അല്ലേ? സോ നമ്മളെ സംബന്ധിച്ചൊരു കണ്ടക്ച്വൽ റെഫറൻസ് പ്രകാരം ലിക്വിഡിറ്റി എവിടെയെല്ലാം ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യുന്നോ അന്നേരം മാത്രമേ നമുക്ക് എൻട്രി ഉള്ളൂ എന്ന് വിചാരിക്കാം. ഓൾ റൈറ്റ്, ലിക്വിഡിറ്റി സ്വീപ്പ് നടക്കുന്ന സമയത്ത് ഇമീഡിയറ്റ്ലി വി വിൽ ബി ഗെറ്റിംഗ് ഇൻ ടു ദ ട്രേഡ് ആൻഡ് എക്സിറ്റിംഗ് ഫ്രം ദ ട്രേഡ്. ഇതൊരു ബൈ ഓർ സെൽ സിനാരിയോ അല്ല. വേറെ നമ്മൾ പറയുന്നത് മാർക്കറ്റിൽ നമ്മൾ ഇതുപോലെ റീപ്ലൈ ബട്ടൺ അടിച്ച് നമുക്ക് കീപ്പ് ഓൺ നമ്മളെ തന്നെ പ്രിപ്പയർ ചെയ്തുകൊണ്ടേയിരിക്കണം. എങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു കോൺഫിഡൻസ് വരത്തുള്ളൂ മാർക്കറ്റിൽ. ഏതെല്ലാം സിനാരിയോയിൽ മാർക്കറ്റ് പോയി കഴിഞ്ഞാലും നമ്മൾ ട്രേഡ് എങ്ങനെയാണ് നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്യാൻ പോകുന്നത്, എങ്ങനെയാണ് നമ്മൾ ട്രേഡിങ് പഠിക്കുന്നത് എന്നുള്ളതാണ്. ഇത് തീർച്ചയായിട്ടും ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ മാത്രമാണ്. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ നോക്കുക. അപ്പം ഈ ഒരു സെനാരിയോയിൽ ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മളൊരു ഷോർട്ട് പൊസിഷൻ എടുക്കുകയാണെന്ന് വിചാരിക്കുക. ഷോർട്ട് പൊസിഷൻ എടുക്കുകയാണെങ്കിൽ നമ്മളൊരു ചെറിയൊരു ടാർഗറ്റ്, നമ്മളൊരു 40 എത്രയുണ്ട് ഇത്, PL 48. ഓൾ റൈറ്റ്, ഇവിടെ 26 പോയിൻറ്റ്, ഇതൊരു 90 പോയിൻറ്റോളം, ഇപ്പോൾ നമ്മളൊരു 45 പോയിൻറ്റ് മതി. അപ്പോൾ നമ്മളൊരു 10 പോയിൻറ്റിൻ്റെ ട്രേഡാണ് ചെയ്യുന്നതെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ 10 പോയിൻറ്റിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ട്രേഡിങ് ചെയ്യുമ്പോൾ നമ്മൾക്ക് എത്ര പ്രാവശ്യം നമ്മൾ ഇമോഷൻസ് വന്ന് നമ്മൾ ട്രിക്ക് ഔട്ട് ചെയ്യുമെന്നുള്ളതാണ് നോക്കുന്നത്. സോ നമ്മളുടെ ആത്യന്തികമായിട്ടുള്ള പ്ലാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സോ നമ്മളുടെ പ്ലാൻ ലിക്വിഡിറ്റി സ്വീപ്പ് നടത്തുന്ന സമയത്ത് മാർക്കറ്റ് ടാർഗറ്റ് ചെയ്യുമ്പോൾ, ആ സമയത്ത് ലിക്വിഡിറ്റി സ്വീപ്പ് നടക്കുമ്പോൾ വിൽ ബി ഗെറ്റിംഗ് ഇൻ ദ എൻട്രി പ്രൊവൈഡഡ് ദാറ്റ് ഇംബാലൻസ് അവിടെ ഉണ്ടായിരിക്കണം താനും. അപ്പോൾ നമ്മൾ നോക്കുന്നത് ഒരു ഇൻക്രീസ്ഡ് വോളിയം കാണുവാണെങ്കിൽ, ഒരു ഇൻക്രീസ്ഡ് പ്രീവിയസ് ക്യാൻഡലിനെക്കാട്ടിലും ഒരു ഇൻക്രീസ്ഡ് വോളിയം ക്യാൻഡിൽ അവിടെ പോപ്പ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ സമയത്ത് എൻട്രി എടുക്കുന്നു എന്ന് വിചാരിക്കാം. ഇതാണ് നമ്മളുടെ 3 കണ്ടീഷൻസ് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഉള്ളൂ. സോ 1, ലിക്വിഡിറ്റി സ്വീപ്പ് നടക്കുന്ന ഏരിയ, നമുക്കിവിടെ റൂൾസ് എഴുതി വെക്കാം. 1, സ്വീപ്പ് ഓഫ് ലിക്വിഡിറ്റി. 2, സോ സ്വീപ്പ് ഓഫ് ലിക്വിഡിറ്റി. പിന്നെ രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഇംബാലൻസ് കാണുക. മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ആൻ ഇൻക്രീസ്ഡ് വോളിയം ക്യാൻഡിൽ. ഇൻക്രീസ്ഡ് വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ നോക്കുക, ഇവിടെ ഈ പ്രീവിയസ് ക്യാൻഡിലിനെക്കാട്ടിലും വോളിയം ഇൻക്രീസ്ഡ്, ഈവൻ ഇഫ് ഇറ്റ് ഈസ് റെഡ് ഓർ ഗ്രീൻ, നോ പ്രോബ്ലം. അപ്പം റെഡ് ആണെങ്കിലും ഗ്രീൻ ആണെങ്കിലും ഇവിടെ വന്നിരിക്കുന്ന വോളിയം എന്ന് പറയുന്നത് ജസ്റ്റ് ആ പ്രീവിയസ് ക്യാൻഡിലിനെക്കാട്ടിലും ഇൻക്രീസ്ഡ് വോളിയം ആണെങ്കിൽ വി വിൽ ബി ഗെറ്റിംഗ് ഇൻ ടു ദ ട്രേഡ്, അതർവൈസ് നോ. അപ്പോൾ നമ്മളൊരു 3 റൂൾസ് സിമ്പിൾ ആയിട്ടുള്ളത് ഡിഫൈൻ ചെയ്തു, അത് സെറ്റ് ചെയ്തു. നമ്മുടെ മനസ്സിൽ അത് മാത്രമേ ഉള്ളൂ. സ്വീപ്പ് ഓഫ് ലിക്വിഡിറ്റി കാണുന്ന സമയത്ത് മാത്രമേ നമ്മൾ എൻട്രി ചെയ്യാവുള്ളൂ. സ്വീപ്പ് ഓഫ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് പ്രീവിയസ്ലി വന്നിരിക്കുന്ന എന്തെങ്കിലും ഒരു ഹൈയോ ലോയോ, അപ്പം ഇവിടെ വന്നിരിക്കുന്ന പ്രീവിയസ്ലി വന്നിരിക്കുന്ന ലോ ആണെങ്കിൽ ആ ലോ സ്വീപ്പ് ചെയ്യുമ്പോൾ മാത്രമേ എൻട്രി ഉള്ളൂ എന്ന് വിചാരിക്കുക. നൗ ട്രേഡ് മുന്നോട്ട് പോവുക. അപ്പം നെക്സ്റ്റ് നമ്മളെ സംബന്ധിച്ച് അടുത്ത ക്യാൻഡിൽ ഇവിടെ വന്നു. ആ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മളിവിടെ ട്രേഡിന് കയറും, റൈറ്റ്? ട്രേഡിന് കയറണമെങ്കിൽ കണ്ടീഷൻ എന്താണ്? കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഇംബാലൻസ് കാണണം, അല്ലേ? ഈ കേസിൽ നമ്മളെ സംബന്ധിച്ച് ഇംബാലൻസ് ഉണ്ടോ? ഇല്ല. സ്വീപ്പ് ഓഫ് ലിക്വിഡിറ്റി നടക്കാൻ പോകുന്നു.
ഇൻക്രീസ്ഡ് വോളിയം കാണണം, ഡിക്രീസ്ഡ് വോളിയം ആയിപ്പോയി. സോ ഈ അടുത്ത ക്യാൻഡിലിന് നമ്മൾ വെയിറ്റ് ചെയ്യുന്നു, റൈറ്റ്. അടുത്ത ക്യാൻഡിൽ സ്വീപ്പ് ചെയ്തപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇവിടെ എൻട്രി ഉണ്ടോ? ഇല്ല, ബിക്കോസ് നമ്മളുടെ ഒരു കണ്ടീഷൻസും മീറ്റ് ചെയ്യുന്നില്ല, റൈറ്റ്. നെക്സ്റ്റ് അടുത്ത ക്യാൻഡിൽ സി. അപ്പോൾ അടുത്ത ക്യാൻഡിൽ നമ്മളെ സംബന്ധിച്ച് ഇൻക്രീസ്ഡ് വോളിയം ക്യാൻഡിൽ, ആ പ്രീവിയസ്ലി വന്നിരിക്കുന്ന ക്യാൻഡിലിനെക്കാട്ടിലും ഇൻക്രീസ്ഡ് വോളിയം വന്നു, പ്ലസ് ഒരു ബിഗ് ക്യാൻഡിൽ വരുന്നു. ഇവിടെ സ്വീപ്പ് ഓഫ് ലിക്വിഡിറ്റി നടക്കുന്നു. യു ആർ ഗോയിങ് ടു ഗെറ്റ് ഇൻ ടു ദ ട്രേഡ്. ഓക്കെ, നൗ ഇവിടെയാണ് നമ്മൾ ലാസ്റ്റ് ആ 3 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ക്ലോഷർ ചെയ്യുകയും അതിൻ്റെ ഒപ്പം തന്നെ നമ്മളിവിടെ ട്രേഡിലേക്ക് കടക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഒരു ഇംബാലൻസിൻ്റെ ഒരു 50% നമ്മളിവിടെ ട്രേഡിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി കാണുന്നുണ്ട്. ഇംബാലൻസ് ഉണ്ട്, ഇൻക്രീസ്ഡ് വോളിയം ഉണ്ട്, ബിഗ് ക്യാൻഡിലാണ്. ആ മൂന്നാമത്തെ ക്യാൻഡിൽ സ്വീപ്പ് ചെയ്തതിൻ്റെ ഇമ്മീഡിയറ്റ്ലി നെക്സ്റ്റ് ക്യാൻഡിൽ ഇവിടെ വെച്ച് നമ്മൾ എൻട്രിക്ക് വേണ്ടിയിട്ട് കയറുവാണ്, റൈറ്റ്. അപ്പോൾ ഇവിടെ എൻട്രിക്ക് കയറുമ്പം ഈ ക്യാൻഡിലിൻ്റെ ഫോർമേഷൻ പ്രത്യേകം ശ്രദ്ധിക്കണം എങ്ങനെയാണെന്നുള്ളത്. നെക്സ്റ്റ് ക്യാൻഡിൽ സി, ആ ക്യാൻഡിൽ വന്നു, നമ്മളുടെ ടാർഗറ്റ് ഏകദേശം മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം വന്നു, അല്ലേ. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ടാർഗറ്റ് അതിന് ഒപ്പം പ്രൈസ് താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ട്രേഡിൽ നിന്ന് ഔട്ടായി. സി, അപ്പം നേരെ തിരിച്ച് കയറിപ്പോയി. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ആക്ച്വലി ഈ പർട്ടിക്കുലർ ക്യാൻഡിൽ ഡിസ്കൗണ്ട് പിന്നെ ഇൻക്രീസ്ഡ് വോളിയം വന്നിരിക്കുന്നത്, അത് ഡിസ്കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് പോയിരിക്കുന്നതാണ്, അല്ലേ. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമുക്ക് സ്റ്റിൽ ടാർഗറ്റ് അവിടെയുണ്ട്, അവിടെ കിടന്നോട്ടെ. അപ്പോൾ നെക്സ്റ്റ് ക്യാൻഡിൽ നമ്മൾ നോക്കുന്നു. സി, നെക്സ്റ്റ് ഇമ്മീഡിയറ്റ്ലി ആ ഒരു മൂവ്മെൻറ്റിൽ നമ്മൾ ട്രേഡിൽ നിന്ന് ഔട്ടായി, റൈറ്റ്. നമുക്ക് പ്രോഫിറ്റബിൾ ട്രേഡ് 1, അല്ലേ. അപ്പം ഒന്നാമത്തെ ട്രേഡ് നമുക്ക് കിട്ടി. ഇനി രണ്ടാമത്തെ ട്രേഡ് എടുക്കുമ്പോൾ എന്താണ് വീണ്ടും നമ്മൾ നോക്കുന്നത്? ലിക്വിഡിറ്റി സ്വീപ്പ് വരണം. അപ്പോൾ ഹയസ്റ്റ് പോയിൻ്റ് ഇതാണ്, അല്ലേ. ലിക്വിഡിറ്റി സ്വീപ്പ് വരണം. 3 മിനിറ്റിൻ്റെ ക്യാൻഡിലിൽ പ്രൈസ് മുകളിലേക്ക് കയറുമ്പോൾ ഇംബാലൻസ് കാണണം, ഇൻക്രീസ് വോളിയം കാണണം. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, നൗ ഇമോഷൻസ് ഇതിനിടയ്ക്ക് നമുക്ക് ട്രേഡ് കിട്ടും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് കാണിക്കാം. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ട്രേഡില്ല. സോ ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഇൻക്രീസ്ഡ് വോളിയം പ്രീവിയസ്ലി വന്നിരിക്കുന്ന റെഡ് ക്യാൻഡിലിനെക്കാട്ടിലും ഇൻക്രീസ്ഡ് വോളിയം വന്നു. അതുപോലെ തന്നെ ഈ ഒരു വീണ്ടും ഇൻക്രീസ്ഡ് വോളിയം ക്യാൻഡിൽ വന്നു, അല്ലേ. നമുക്കിവിടെ ഇംബാലൻസ് കാണുന്നുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നെക്സ്റ്റ് ട്രേഡ് എന്ന് പറഞ്ഞാൽ അടുത്ത ട്രേഡ് എന്ന് പറയുന്നത് ഈ ഒരു പർട്ടിക്കുലർ ക്യാൻഡിലിൻ്റെ ഈ മുകളിലായിരിക്കും നമ്മൾ ട്രേഡ് പ്ലേസ് ചെയ്യാൻ പോകുന്നത്, അല്ലേ. അപ്പോൾ ഈ ഇംബാലൻസ് ആണ് നമ്മൾ ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത്. ഇൻക്രീസ്ഡ് വോളിയമാണ് വന്നിരിക്കുന്നത്. അപ്പം ഇവിടെ നെക്സ്റ്റ് നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ എന്ത് സംഭവിച്ചു നോക്കാം. സി, ആ ഒരു പർട്ടിക്കുലർ ക്യാൻഡിൽ മുകളിലേക്ക് വന്ന് നമ്മൾ എൻട്രി എടുത്തതിന് മുകളിൽ പ്രൈസ് ടാപ്പ് ചെയ്തു, അല്ലേ. അതിനുശേഷം നെക്സ്റ്റ് നമ്മൾ അതിന് മുകളിൽ പ്രൈസ് കയറി ടാപ്പ് ചെയ്തിട്ട് ഇമ്മീഡിയറ്റ്ലി പ്രൈസ് താഴോട്ട് ട്രേഡ് ചെയ്ത് ഇറങ്ങി, അല്ലേ. ട്രേഡ് ചെയ്ത് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ ഈ പർട്ടിക്കുലർ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി ഇവിടെ നോക്കിയേ, ഈ പർട്ടിക്കുലർ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് 39 പോയിൻ്റ് പ്രൈസ് നേരെ മുകളിലേക്ക് ഗ്രീനായിട്ട് ട്രേഡ് ചെയ്ത് മുകളിലേക്ക് കയറുന്നു, അല്ലേ. അങ്ങനെ കയറിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഓൾറെഡി നമ്മളുടെ അണ്ടർസ്റ്റാൻഡിങ് പ്രകാരം നമ്മൾ ഈ സിമ്പിൾ റൂൾസ് വെച്ചിട്ട് നമ്മൾ ഓൾറെഡി ട്രേഡിലാണ്. പക്ഷേ പ്രൈസ് നേരെ താഴോട്ട് വരുന്നുണ്ട്, അല്ലേ. നമ്മളെ സംബന്ധിച്ച് ഈ ഇംബാലൻസ് ഫിൽ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടം വരെ നമുക്ക് എക്സാക്ട്ലി ഇവിടം വരെ വന്നിട്ട് വേണമെങ്കിൽ പ്രൈസ് നേരെ തിരിച്ചു പോകണം. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി ഇവിടെ പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ട്രേഡിൽ നിന്ന് ഔട്ടാണ്, റൈറ്റ്. നെക്സ്റ്റ് അപ്പോൾ ഇവിടെ കാണുമ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നമ്മളുടെ എന്താണ് പറയുന്നത്, നമ്മളുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്ത് ആക്ച്വലി. പക്ഷേ പ്രൈസ് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റോപ്പ് ലോസിന് മുകളിൽ പ്രൈസ് കയറിപ്പോയി, അല്ലേ. അപ്പം പ്രൈസ് മുകളിൽ കയറി പോകുമ്പോൾ എന്താണ് ആക്ച്വലി അവിടെ സംഭവിക്കുന്നത്? നമ്മുടെ ഇമോഷൻസ് അവിടെ ആ സമയത്ത് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ഈ പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് കാണുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ഇമ്മീഡിയറ്റ്ലി നമ്മൾ പാനിക്കായി, അല്ലേ. 39 പോയിൻ്റ് 40 പോയിൻ്റ് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് വലിയ ക്യാൻഡിൽ കയറി പോകുമ്പോഴത്തേനും നമ്മൾ കാണുന്നത് എന്താണ്? ആ ഒരു ഇമോഷൻസ് അവിടെ നമ്മൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മളെ ഒരു വല്ലാത്ത ഒരു സിറ്റുവേഷനിൽ കൊണ്ട് നിർത്തുകയാണ് ചെയ്യുന്നത്, അല്ലേ. ബിക്കോസ് ആ ഒരു ഗ്രീൻ ക്യാൻഡിലിൻ്റെ ഫോർമേഷൻ എന്ന് പറയുന്നത് നമ്മളെ വല്ലാത്ത ഒരു സിറ്റുവേഷൻ. അപ്പോൾ നമ്മൾക്ക് എന്താണ് ആ ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രേഡിങ് പഠിക്കാൻ വേണ്ടിയിട്ട് ആക്ച്വലി എന്ത് ചെയ്യണം? നമ്മൾ വലിയ പൊസിഷൻ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് മാർക്കറ്റിൻ്റെ ഒപ്പം നമ്മൾ എങ്ങനെയാണോ മാർക്കറ്റിൻ്റെ ഒപ്പം നമ്മൾ ആ പ്രൈസ് മെക്കാനിസം നമ്മൾ എങ്ങനെയാണോ നമ്മൾ ആ റൂൾസ് ഡിഫൈൻ ചെയ്ത് വെച്ചതിനൊപ്പം മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ നോക്കി, അത് ചെറിയ ലോട്ടിൽ ഏറ്റവും ലോവസ്റ്റ് ലോട്ടിൽ, അതായത് ഏറ്റവും ഓപ്ഷൻസ് ട്രേഡ് ചെയ്യുമ്പോൾ ഏറ്റവും ചെറിയ ലോട്ടിൽ ഒരു ലോട്ട് മാത്രം എടുത്തിട്ട് നമ്മൾ നോക്കിയിട്ട് നമ്മളുടെ റിസ്ക് എന്ന് പറയുന്നത് ഒരു ദിവസം ആ ടോട്ടൽ ഇതിൻ്റെ 1% കൂടുതൽ വരാൻ പാടില്ല, അല്ലെങ്കിൽ 2% കൂടുതൽ. എക്സ്ട്രീം നമ്മളൊരു ഈ ഒരു കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2% മാക്സിമം നമുക്ക് സെറ്റ് ചെയ്യാം, അല്ലേ. അപ്പോൾ നമ്മുടെ ക്യാപിറ്റലിൻ്റെ 2%-ന് മുകളിൽ ലോസ് വന്നു കഴിഞ്ഞാൽ യു വിൽ ബി ഔട്ട്.
പക്ഷേ ഇൻ ബിറ്റ്വീൻ നമുക്ക് ഈ ഒരു ട്രേഡ് നമുക്ക് ക്ലോസ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ആ ട്രേഡിൽ ഇമോഷൻ ഇല്ലാതെ നമ്മൾ നോക്കി കണ്ടിട്ട് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ മാർക്കറ്റിൻ്റെ ഒപ്പം ട്രേഡ് ചെയ്ത് സ്മോൾ ലോട്ടിൽ എത്രമാത്രം നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നു എന്ന് കണ്ടുപിടിക്കുന്ന ഒരു സംഭവമാണ് ആക്ച്വലി ഒരു പ്രൊഫഷണൽ ട്രേഡിംഗ് എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ ട്രേഡ് ചെയ്യുന്നത് എന്ന് പറയുന്നത് ബിക്കോസ് നമുക്ക് റൂൾസ് ഇല്ല. ചുമ്മാ നമ്മൾ ഇതിന് മുകളിലോട്ട് കയറുമ്പോഴത്തേനും നമ്മളവിടെ ഇത് ചെയ്യുകയാണ്. പക്ഷേ നമ്മൾ ഈ ഒരു 3 ഇത് കാണുമ്പോൾ മാത്രമേ നമ്മൾ ട്രേഡ് ചെയ്യൂ എന്ന് പറയുമ്പോഴത്തേനും എന്താണ് സംഭവിക്കുന്നത്? ആക്ച്വലി അങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്ത് വെക്കുമ്പോഴാണ് നമ്മളെ സംബന്ധിച്ച് ഒരു എൻട്രി വേണോ വേണ്ടേ എന്ന് വിചാരിക്കുന്നത്. നെക്സ്റ്റ് എൻട്രി എന്ന് പറയുന്നത് ഏതായിരിക്കും? ഇതാണ് ഈ ഒരു സ്വീപ്പിൽ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ മുകളിലേക്ക് പോയിരിക്കുകയാണ് അല്ലേ. ഇങ്ങനെ ട്രേഡ് വന്ന് ഇങ്ങനെ വന്ന്. അപ്പോൾ നാച്ചുറലി ഇത് ടാർഗറ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നത് മാർക്കറ്റ് ടാർഗറ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഈ ലിക്വിഡിറ്റിയാണ്. ഈ ലിക്വിഡിറ്റിയാണ്. ആ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ക്വാളിറ്റിയിലുള്ള എൻട്രി സെറ്റപ്പിൻ്റെ ക്വാളിറ്റി നമ്മൾ കാണുവാണെങ്കിൽ നോ ഡൗട്ട് ആ ഒരു റണ്ണിങ് ക്യാൻഡിലിൽ നമുക്ക് എൻട്രി ഫോർമേഷൻ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുന്ന ആയിരിക്കണം. അങ്ങനെ റീഡ് ചെയ്യുമ്പോഴാണ് നമുക്കിത് 3 വരുന്നുണ്ടെങ്കിൽ നമ്മൾ എൻട്രി എടുക്കുന്നു, ഇല്ലെങ്കിൽ വേണ്ട. ഓക്കെ, അപ്പോൾ ഇതാണ് ആക്ച്വലി ഒരു പ്രൊഫഷണൽ വേയിൽ നമ്മളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്ത് നിർത്തുന്ന ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. ബിക്കോസ് ഇവിടെ എന്താണ് ഇമോഷൻസ് പ്ലേ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കില്ല. ബിക്കോസ് യു ആർ ഗോയിങ് ടു സെറ്റ് എ ലിമിറ്റ് ഫോർ 2% ലോസ് ഓൺ യുവർ ക്യാപിറ്റൽ എന്ന് നമ്മൾ വെക്കുകയാണെന്ന് വിചാരിക്കുക. മാക്സിമം 2% എന്ന് നോക്കുക. അപ്പോൾ ആ 2%ൽ എത്ര പോയിന്റ് താഴെ വരുന്നു എന്നുള്ളത് നമുക്ക് ഏകദേശം അറിയാമല്ലോ. അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കി ഡിഫൈൻ ചെയ്തിട്ട് നമ്മുടെ റിസ്ക് ഡിഫൈൻ ചെയ്യുകയും അതുപോലെ തന്നെ ഇമോഷൻ ഇല്ലാതെ നമ്മൾ ട്രേഡിങ്ങിലേക്ക് കടക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മളെ സംബന്ധിച്ച് ഒരു പ്രൊഫഷണൽ ട്രേഡർ എന്ന് പറയാൻ പറ്റുന്നത്. അതർവൈസ് യു ആർ ഓൾവേസ് പ്ലേയിങ് വിത്ത് യുവർ ഇമോഷൻസ്. ഒരു ക്യാൻഡിൽ അപ്പ് സൈഡ് പോകുമ്പോഴത്തേനും യു ആർ ടോട്ടലി ഡിസ്റ്റർബ്ഡ് അല്ലേ. അങ്ങനെ ആയിരിക്കരുത്. അങ്ങനെ ഡിസ്റ്റർബൻസ് വരുന്നുണ്ടെങ്കിൽ യുവർ പൊസിഷൻ സൈസ് ഈസ് വെരി ബിഗ്. മനസ്സിലായോ? ഇഫ് യുവർ പൊസിഷൻ സൈസ് ഈസ് വെരി സ്മോൾ ആ ഇമോഷൻസ് നമുക്ക് വരത്തില്ല. സോ നമ്മളുടെ പൊസിഷൻ സൈസ് നമുക്ക് കുറയ്ക്കുകയും ഇമോഷൻ ഇല്ലാതെ നമുക്ക് മാർക്കറ്റിനെ നോക്കി കാണുകയും ചെയ്യുമ്പോൾ എന്താണ് ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നാൾ നമ്മൾ മാർക്കറ്റിൻ്റെ ഒപ്പം സഞ്ചരിക്കുമ്പോൾ മാർക്കറ്റിൻ്റെ പ്രൈസ് മെക്കാനിസം അതുപോലെ തന്നെ ഈ മാർക്കറ്റിൽ വോളിയത്തിനെ ബേസ് ചെയ്ത് ഇംബാലൻസിനെ ബേസ് ചെയ്ത് സ്വീപ്പ് ഓഫ് ലിക്വിഡിറ്റിയെ ബേസ് ചെയ്ത് അതുപോലെ തന്നെ നമ്മൾ ഫിക്സ്ഡ് റേഞ്ച് വോളിയം പ്രൊഫൈൽ വെച്ചിട്ട് അതുപോലെ തന്നെ നമ്മൾ പഠിച്ചിരിക്കുന്നത് എന്താണ് സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോ വെച്ചിട്ട് അപ്പോൾ മാർക്കറ്റിൻ്റെ പ്രൈസ് മെക്കാനിസം അല്ലെങ്കിൽ ആ പ്രൈസ് മൂവ്മെൻറ്റ് നമുക്ക് സ്ലോലി നമ്മുടെ ബ്രെയിനിലേക്ക് ഫീഡ് ചെയ്യുന്നത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അവിടെയാണ് നമ്മളുടെ എക്സ്പെക്റ്റഡ് പ്രൈസ് മൂവ്മെൻറ്റ് പ്രൈസ് ഇങ്ങോട്ട് വരും എന്ന് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. സോ അങ്ങനെ മനസ്സിലാക്കി എടുക്കണമെങ്കിൽ നമ്മളുടെ ട്രേഡിംഗ് സീക്രറ്റ്സ് യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന എന്ത് ചെയ്യണം വോളിയത്തിനെ പറ്റിയുള്ള കാര്യങ്ങൾ പുൾ ബാക്കിനെ പറ്റിയുള്ള കാര്യങ്ങൾ. അപ്പം ഇത് ഇവിടെ ഒരു പുൾ ബാക്ക് ക്യാൻഡിലുണ്ട് അല്ലേ. അപ്പോൾ ആ പർട്ടിക്കുലർ പുൾ ബാക്കിൻ്റെ മുകളിൽ പ്രൈസ് സ്വീപ്പ് ചെയ്യുമ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സിമ്പിൾ റൂൾസ് ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എൻട്രി, ഇല്ലെങ്കിൽ ഇല്ല. മനസ്സിലായി? അപ്പോൾ ചെറിയ കാര്യങ്ങൾ നമുക്ക് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് 15 പോയിൻറ്റ് 20 പോയിൻറ്റിന് വേണ്ടിയിട്ട് നമുക്ക് ട്രൈ ചെയ്ത് കിട്ടുന്നുണ്ടെങ്കിൽ വലിയ കാര്യങ്ങളിൽ വലിയ റൂൾസ് നല്ല ചെറിയ റൂൾസ് അതുപോലെ തന്നെ വലിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റൂൾസ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ചെറിയ കാര്യങ്ങൾ ഇത് നമ്മൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ യു കനോട്ട് ഡു ബിഗ് തിങ്സ് അല്ലേ. അപ്പോൾ നമ്മളെപ്പോഴും നമ്മളുടെ ഇമോഷണൽ മാനേജ്മെൻറ്റിൻ്റെ ഒരു സീരീസ് ഓഫ് പ്ലേലിസ്റ്റ് തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. അതിനകത്ത് പറയുന്നത് എന്താണ്? ഇഫ് യു ആർ ഡൂയിങ് റാൻഡം ആക്ടിവിറ്റീസ് ഓക്കെ ദെൻ യു വിൽ ഡു റാൻഡം ട്രേഡ്സ് അല്ലേ. അപ്പോൾ നമുക്ക് കൺസിസ്റ്റൻസി ഇല്ല. കൺസിസ്റ്റൻസി വരണമെങ്കിൽ ഇമോഷണലി നമ്മൾ ഡിറ്റാച്ച്ഡ് ആയിരിക്കണം ട്രേഡിങ്ങിൽ നിന്ന്. ഔട്ട്കം എയ്തർ ഇറ്റ് ഇസ് പ്ലസ് ഓർ മൈനസ് അല്ലേ. നമുക്ക് ഔട്ട്കം എന്ന് പറയുന്നത് ഒരു കോയിൻ ടോസ് ചെയ്യുന്ന പോലെ തന്നെ കഴിഞ്ഞ ലെസണിൽ പറഞ്ഞ പോലെ കോയിൻ ടോസ് ചെയ്യുന്ന പോലെ പ്ലസ് ഓർ മൈനസ് നമുക്ക് ഒന്നെങ്കിൽ വരും, ഒന്നെങ്കിൽ നമ്മൾ വിൻ അല്ലെങ്കിൽ ലൂസ് അല്ലേ. പക്ഷേ നമ്മളുടെ വിന്നിങ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന റൂൾസിൻ്റെ ശക്തിക്ക് അനുസരിച്ചിരിക്കും. അതുപോലെ തന്നെ ഈ ഡിഫൈൻ ചെയ്തിരിക്കുന്ന റൂൾസിൽ ഈ സംഭവങ്ങൾ എത്രമാത്രം ഡീപ്പായിട്ടാണ് നിങ്ങൾക്ക് മനസ്സിലാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്കത് ഓരോരുത്തർക്കും മനസ്സിലാകുന്നത് എന്നുള്ളത് ഈ ലെസൺസ് റിപ്പീറ്റഡ്ലി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കുറേ ഐഡിയാസ് കിട്ടാൻ തുടങ്ങും. അല്ലെങ്കിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം മറന്നു പോകും. അങ്ങനെ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് റിപ്പീറ്റഡ്ലി വാച്ച് ചെയ്ത് ഇതിൻ്റെ പഠിത്തം എന്ന് പറയുന്നത് ഒരിക്കലും അവസാനിക്കുന്നില്ല. സോ നമ്മളിപ്പോൾ ഈ ട്രേഡിംഗ് സീക്രറ്റ്സിൻ്റെ യൂട്യൂബ് ചാനലിൽ നമ്മൾ എത്ര വീഡിയോ ആയി? ഒന്നാമത്തെ വീഡിയോ തൊട്ട് 50 വീഡിയോ വേണമെങ്കിൽ ഒരു കോഴ്സ് എടുത്ത് നിർത്താമായിരുന്നു. പക്ഷേ ഞാൻ നിർത്തിയോ? 290 വീഡിയോസ് അപ്ലോഡ് ചെയ്ത് ഇപ്പോൾ 296 വീഡിയോസ് അപ്ലോഡ് ചെയ്ത് ഇത് 297ാമത്തെ വീഡിയോ ആണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ 297 വീഡിയോ അപ്രോക്സിമേറ്റ്ലി 45 മിനിറ്റ്സ് ഈച്ച് നമുക്കെല്ലാം മുന്നോട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. സോ ലേണിംഗ് ഈസ് ആൻ ഓൺ ഗോയിങ് പ്രോസസ്സ്. ഒരിക്കലും ലേണിംഗ് നിർത്തരുത്.
ലേണിംഗ് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രൈസ് മെക്കാനിസം യു ആർ ഫെയിലിംഗ് ടു അണ്ടർസ്റ്റാൻഡ് അല്ലേ. അപ്പോൾ നമുക്ക് പ്രൈസിൻ്റെ മെക്കാനിസം ഇതൊരു സിമ്പിൾ 2 ഡയമെൻഷണൽ ചാർട്ടാണ്. ആക്ച്വലി ഇതിനകത്ത് എന്തെല്ലാം കഥകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എന്തെല്ലാം കാര്യങ്ങളാണ് ഇതിനകത്ത് ഓടിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ അതിനെ ഒരു കണ്ടക്ച്വൽ റെഫറൻസോട് കൂടി മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനത്തെ ലേണിംഗ് ചെയ്തുകൊണ്ടിരിക്കുക, ബാക്ക് ടെസ്റ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുക, മാർക്കറ്റിൻ്റെ ഒപ്പം ലൈവ് മാർക്കറ്റിൽ അവേഴ്സ് ആൻഡ് അവേഴ്സ് നമ്മൾ പ്രൈസ് ആക്ഷൻ വാച്ച് ചെയ്യുമ്പോൾ ഇഫ് യു ക്യാൻ സ്പോട്ട് ഔട്ട് 15 പോയിൻറ്റ് ഒരു 45 പോയിൻറ്റ്സിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് സ്പോട്ട് ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ദെൻ യു ആർ വെരി ഗുഡ് ടു ഗോ. അതർവൈസ് നമ്മൾ ഈ ലേണിംഗ് പ്രോസസ്സിൽ ക്യാൻഡിൽസ്റ്റിക്കിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണ്, എന്തെല്ലാമാണ് അതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്, ഇതിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ പഠിച്ച് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേനും എന്താണ് ആക്ച്വലി ഇവിടെ സംഭവിക്കുന്നത്, നമ്മൾ റൂൾസ് ബേസ്ഡ് സിസ്റ്റം ഫോളോ ചെയ്യുകയും പ്രൈസിൻ്റെ മെക്കാനിക്സ് നമ്മൾ വളരെ കൃത്യമായിട്ട് മുന്നോട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റൈറ്റ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. നൗ ലെറ്റ് us see ഇത് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഓക്കെ. അപ്പോൾ ലിക്വിഡിറ്റി സ്വീപ്പ് നടന്നു. ഇമ്മീഡിയറ്റ്ലി നമ്മളുടെ എൻട്രി ഇവിടെ ഉണ്ടായിരുന്നു. റൈറ്റ്. ഇവിടെ ലിക്വിഡിറ്റി സ്വീപ്പ് നടന്നു കഴിഞ്ഞപ്പോഴത്തേനും നമ്മളുടെ എൻട്രി ഇവിടെ ഓൾറെഡി ഉണ്ട്. ബിക്കോസ് ഇവിടെ ഒരു ഇൻക്രീസ്ഡ് വോളിയം ക്യാൻഡിൽ പോപ്പ് ഔട്ട് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ക്യാൻഡിൽ, ഈ റെഡ് ക്യാൻഡിൽ ഇൻക്രീസ്ഡ് വോളിയം അല്ല എങ്കിൽ പോലും പ്രൈസിൻ്റെ ആക്ഷൻ നോക്കിക്കുക എങ്ങനെയാണ്. ലിക്വിഡിറ്റി സ്വീപ്പ് ഇമ്മീഡിയറ്റ്ലി പ്രൈസ് റിവേഴ്സൽ. റൈറ്റ്. ഈ ലാസ്റ്റ് നമ്മൾ എൻട്രി എടുക്കുമ്പം ഈ ക്യാൻഡിൽ ഇൻക്രീസ്ഡ് അല്ല എങ്കിൽ പോലും നമുക്കിവിടെ ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അല്ലേ. ഈ പ്രൈസിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ ഇംബാലൻസ്, ഇവിടെ ഈ കറക്റ്റായിട്ട് ഇവിടെ ഇംബാലൻസ് വരുന്നുണ്ടായിരുന്നു അല്ലേ. ഈ മൂന്നാമത്തെ ക്യാൻഡിൽ ഇവിടെ ടാപ്പ് ചെയ്ത് ട്രേഡ് ചെയ്ത് ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഇംബാലൻസ് ഓൾറെഡി ഉണ്ട്. റൈറ്റ്. അപ്പം നമ്മളെ സംബന്ധിച്ച് ഇതിൽ നമുക്ക് ഇൻക്രീസ്ഡ് വോളിയത്തിൻ്റെ കൺഫർമേഷൻ നമുക്ക് കിട്ടിയില്ല, ഇംബാലൻസ് കിട്ടി, സ്വീപ്പ് ഓഫ് ലിക്വിഡിറ്റി കിട്ടി. യു എക്സ്ക്ലൂഡ് ദ ട്രേഡ്. റൈറ്റ്. നമ്മളുടെ ക്വാളിറ്റിയിൽ ആ എൻട്രിയിൽ അത് മാച്ച് ചെയ്യുന്നില്ല. സോ നമ്മൾ ഒരു കാര്യം നമ്മളുടെ ബ്രെയിനോട് നമ്മൾ പറഞ്ഞിരിക്കുകയാണ്, നമ്മൾ ഇത് കണ്ടാലോ നമ്മൾ എൻട്രി എടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞതായിരിക്കണം. അല്ലാതെ നമ്മൾ ഇതിനകത്ത് എന്ത് ചെയ്യുക, ഡൈല്യൂട്ട് ചെയ്തിട്ട് ഇഫ് യു ആർ ആഡിങ് വാട്ടർ ഇൻ ടു ദിസ് അല്ലേ, വെള്ളം ചേർക്കാൻ പോയി കഴിഞ്ഞാൽ എന്ത് പറ്റുന്നത്, നമ്മളുടെ ബ്രെയിൻ കൊടുത്തിരിക്കുന്ന കമാൻഡ്, ഇനീഷ്യൽ കമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ ഗോയിങ് ടു ഡു റൂൾസ് ബേസ്ഡ് സിസ്റ്റം. വാട്ട് ആർ ദ റൂൾസ്? റൂൾ നമ്പർ 1, റൂൾ നമ്പർ 2, റൂൾ നമ്പർ 3. ഈ കണ്ടീഷൻസ് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ട്രേഡ് ചെയ്യത്തുള്ളൂ. സോ ഇറ്റ് ഈസ് കോൾഡ് എ മെക്കാനിക്കൽ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മെക്കാനിക്കൽ പ്രോസസ്സ് വരണമെങ്കിൽ ഈ റൂൾസ് നമ്മൾ ഫോളോ ചെയ്യണം. നൗ സെക്കൻഡ് ഇത് കാണുമ്പോഴത്തേനും മാർക്കറ്റ് അങ്ങോട്ടും പോകും ഇങ്ങോട്ടും പോകും എല്ലായിടത്തോട്ടും പോകും. ഓക്കെ. നമ്മൾ നോക്കിയിരിക്കുമ്പോൾ 50 പോയിൻറ്റ്, 100 പോയിൻറ്റ്, 150 പോയിൻറ്റ് ഒരു സൈഡിലേക്ക് തന്നെ പോയെന്നിരിക്കാം. അപ്പം നമ്മളെ മാർക്കറ്റ് എന്താണ്, ഇറ്റ് ഈസ് അട്രാക്റ്റിംഗ് യു ടു ബ്രേക്ക് ദ റൂൾസ്. നൗ അങ്ങനെ മാർക്കറ്റ് ഈസ് അട്രാക്റ്റിംഗ് യു ടു ബ്രേക്ക് ദ റൂൾസ് വരുമ്പോഴത്തേനും വാട്ട് യു ഹാവ് ടു ഡു, യു ഹാവ് ടു സ്റ്റേ ഡിസിപ്ലിൻഡ്. നമ്മളെ തന്നെ ഡിസിപ്ലിൻ ചെയ്ത് നിർത്തണം. മാക്സിമം നമ്മളുടെ എനർജിയാണ് നമ്മളെ ഡിസിപ്ലിൻ ചെയ്ത് നിർത്തുക എന്നുള്ളത്. നമ്മളുടെ റൂൾസ് വന്നോ? ഇല്ല. റൂൾസ് വരാതെ ഇവിടെ മാർക്കറ്റ് അതേ ബിഹേവിയർ കാണിക്കും. ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. ബട്ട് യു ആർ നോട്ട് ഗെറ്റിംഗ് ഇൻ ടു ദിസ് പർട്ടിക്കുലർ ട്രേഡ്. ഓൾ റൈറ്റ്. ഇതാണ് അതിനകത്തെ കാര്യം. സോ നൗ വാട്ട് ടു ഡു, ഇനി എന്താണ് ചെയ്യുന്നത്, മാർക്കറ്റ് പ്രൈസ് മുകളിലോട്ടാണ് പോകുന്നത്. സോ എവിടെയാണ് ലിക്വിഡിറ്റി? ഇതിന് മുകളിലാണ് ലിക്വിഡിറ്റി. റൈറ്റ്. സ്റ്റോപ്പ് ലോസ് അതിന് മുകളിലല്ലേ ഇരിക്കുന്നത്. സോ ഇൻക്രീസ്ഡ് വോളിയം വന്നിരിക്കുന്നു. സെക്കൻഡ് ക്യാൻഡിൽ ഫോം ചെയ്തപ്പം ഇവിടെ വന്നിട്ടുണ്ട്, വന്നിട്ടുണ്ട്, നമ്മളുടെ ഇംബാലൻസ് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ക്യാൻഡിൽ, സോ തേർഡ് ക്യാൻഡിൽ ഇവിടെ ഇംബാലൻസ് ഫോം ചെയ്തിട്ടുണ്ട്. റൈറ്റ്. ഇവിടെ ഇംബാലൻസ് ഫോം ചെയ്തിട്ടുണ്ട്. പ്ലസ് നമുക്കിവിടെ ഇൻക്രീസ്ഡ് വോളിയം ഇതും വന്നിട്ടുണ്ട്. ആക്ച്വലി നമ്മൾ എൻട്രി എടുക്കുന്ന സമയത്ത് ഇൻക്രീസ്ഡ് വോളിയം ആയിരിക്കണം. ഇവിടെ ഈ ക്യാൻഡിൽ ഇൻക്രീസ്ഡ് വോളിയം ആയിരിക്കണം. അതായിരിക്കണം നമ്മുടെ ക്വാളിറ്റി എന്ന് പറയുന്നത്. സോ നമ്മൾ ഒരു ക്യാൻഡിൽ ലിക്വിഡിറ്റി സ്വീപ്പ് നടന്നോ? ഇല്ല. സോ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ലിക്വിഡിറ്റി സ്വീപ്പ് എവിടെയാണ് നടക്കുന്നതെന്ന് നോക്കുകയാണ്. സോ നെക്സ്റ്റ് ക്യാൻഡിൽ ലിക്വിഡിറ്റി സ്വീപ്പ് നടന്നോ? ഇല്ല. ഇംബാലൻസ് വിൽ ഔട്ട് ചെയ്യാൻ വേണ്ടി മാർക്കറ്റ് വന്നു. നെക്സ്റ്റ്. സോ ഇംബാലൻസ് വിൽ ഔട്ട് ചെയ്തു, മാർക്കറ്റ് തിരിച്ച് യു ടേൺ എടുത്ത് നിൽക്കുകയാണ്. സോ നെക്സ്റ്റ്. സോ ലിക്വിഡിറ്റി സ്വീപ്പ് നടന്നോ? ഇല്ല. ഇംബാലൻസ് ഉണ്ടോ? ഇല്ല. ഇൻക്രീസ്ഡ് വോളിയം ഉണ്ടോ? ഉണ്ട്. സോ സർട്ടൻ കണ്ടീഷൻസ് മാത്രമേ. ഇമീഡിയറ്റ്ലി നമ്മളിവിടെ നോക്കുകയാണ്. സോ ഇൻക്രീസ്ഡ് വോളിയം വന്നു. സോ ലിക്വിഡിറ്റി സ്വീപ്പ് നടന്നോ? ദിസ് ഈസ് എ ലിക്വിഡിറ്റി, എക്സ്ട്രീം ബോട്ടം സൈഡിലെ ലിക്വിഡിറ്റി. റൈറ്റ്. ലിക്വിഡിറ്റി സ്വീപ്പ് നടന്നോ? ഇല്ല. സോ ഇനി അത് ലിക്വിഡിറ്റി സ്വീപ്പ് നടക്കുമെന്ന് നോക്കാം. സോ നൗ ലിക്വിഡിറ്റി സ്വീപ്പ് നടന്നോ? ഇവിടെ ലിക്വിഡിറ്റി സ്വീപ്പ് നടന്നു. സ്വീപ്പ് നടന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇമ്മീഡിയറ്റ്ലി നമ്മളുടെ ആക്ച്വലി ടാർഗറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ നമ്മുടെ ഈ ലിക്വിഡിറ്റി സ്വീപ്പ് നടന്നു കഴിഞ്ഞെന്ന് വിചാരിക്കുക. ഇവിടെ വെച്ച് നമ്മൾ എൻട്രി എടുക്കുകയാണെന്ന് വിചാരിച്ചോ. ഇമ്മീഡിയറ്റ്ലി ആ ടാർഗറ്റ് ഓൾറെഡി മീറ്റ് ചെയ്ത് കഴിഞ്ഞു അല്ലേ, ഏകദേശം. അത്രയും ഫാസ്റ്റായിട്ട് മാർക്കറ്റ് സ്വീപ്പ് നടന്നു, ഇമ്മീഡിയറ്റ്ലി വന്നു. റൈറ്റ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് റൂൾസ് ഡിഫൈൻ ചെയ്യുമ്പം
നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക. ലിക്വിഡിറ്റി സ്വീപ്പ് നടക്കുമ്പോൾ മാത്രം നമ്മൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ വരുന്നുണ്ടെന്ന് നോക്കുക. മനസ്സിലായി? അപ്പോൾ നമ്മളുടെ അതിനകത്ത് ടെസ്റ്റ് ചെയ്ത് നമ്മൾ കുറേ നേരം അതിനകത്ത് പരിശീലിച്ച് നോക്കി കഴിയുമ്പോഴത്തേനും നമുക്ക് ഇച്ചിരിയുടെ ഒരു നമ്മളൊരു ഒന്നും പഠിക്കാതെ ഒൺലി ഇഫ് യു ആർ പ്ലാനിങ് ടു ഡു ട്രേഡിംഗ് ഒൺലി ഓൺ ലിക്വിഡിറ്റി സ്വീപ്പ് എന്ന് വിചാരിച്ചു, അങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഒൺലി ഓൺ ഇംബാലൻസ് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഒൺലി ഓൺ ഇൻക്രീസ്ഡ് വോളിയം ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഇനി 3 കൂടെ വരുമ്പോഴത്തേനും ടെസ്റ്റ് ചെയ്ത് നോക്കുക. 4 കോൺഫ്ലുവൻസ് വരുമ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക. വിച്ച് ഈസ് മോർ കംഫർട്ടബിൾ ഫോർ യു. See, this is the trading system, this is the trading process that you need to develop for you. അതെങ്ങനെയാണ് പോസിബിൾ ആകുന്നത്? അത് പോസിബിൾ ആകുന്നത് only through back testing, only through understanding the price movement, only through understanding what is pullback, only through understanding what is the price mechanism, only through understanding price rhythm. അല്ലേ? എല്ലാ സംഭവം ഒന്ന് തന്നെയാണ്, പക്ഷേ ഡിഫറെൻറ്റ് വേയിൽ നമുക്ക് മാർക്കറ്റിനെ മനസ്സിലാക്കി എടുക്കാൻ പറ്റും അല്ലേ? അപ്പോൾ ഇങ്ങനെ നമ്മൾ മാർക്കറ്റിനെ മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ യു ആർ ഡിഫൈനിങ് എ പ്രോസസ് ഓഫ് യുവർ ഓൺ ആൻഡ് യു ആർ ബിക്കമിങ് എ പ്രോ ട്രേഡർ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പം ഇമോഷൻ വരുന്നത് നമ്മളുടെ കയ്യിലുള്ള ക്യാപിറ്റൽ ഫുള്ളിട്ട് ഡിപ്ലോയ് ചെയ്യാതെ മാർക്കറ്റിൻ്റെ ഒപ്പം സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓരോരുത്തർ സമയം മെനക്കെടണം. കുറേ ദിവസം ഇതിൻ്റെ ഒപ്പം ഇതിങ്ങനെ ആദ്യമേ ഒന്നും നമുക്ക് ഒരു റിവാർഡും കിട്ടിയെന്ന് വരത്തില്ല. എല്ലാ ട്രേഡും സക്സസ്ഫുൾ ആക്കുക എന്നുള്ളതല്ല. ഈവൻ തന്നെ നമുക്ക് ഇതിനകത്ത് പരിശീലിക്കാൻ വേണ്ടിയിട്ട് പല സെറ്റപ്പുകൾ നമുക്ക് നോക്കാൻ പറ്റും. അതായത് ഇപ്പോൾ ഏഞ്ചൽ വണ്ണിൻ്റെ പ്ലാറ്റ്ഫോം ആണെങ്കിലും ധന്നിൻ്റെ പ്ലാറ്റ്ഫോം ആണെങ്കിലും സീറോദയുടെ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഈ ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമിലും നമ്മളുടെ അക്കൗണ്ടിൽ 0 ബാലൻസ് ആണെങ്കിൽ പോലും യു ക്യാൻ പ്ലേസ് ഓർഡർ, ഇറ്റ് വിൽ റിജക്റ്റ് അല്ലേ? അപ്പോൾ ഓർഡർ റിജക്റ്റ് ചെയ്യുമ്പോൾ എന്താണ്, നമ്മൾ അവിടെ ഓർഡർ പ്ലേസ് ചെയ്തതിന് ശേഷം ഓർഡർ പ്ലേസ്ഡ് ലിമിറ്റ് പ്രൈസിൽ പ്രൈസിലാണ് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്ന ഓർഡർ എന്ന് കാണുകയും അതിൻ്റെ പ്രീമിയം മൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് അടുത്ത് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. ഓർഡർ ഹിസ്റ്ററി എവിടെ ഉണ്ടല്ലോ അതിൻ്റെ പ്രീമിയം. അപ്പം ഓരോ ട്രേഡും ലൈവ് നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേനും റിജക്റ്റഡ് പ്രൈസ് എന്നും പറഞ്ഞ് നമുക്ക് അവിടെ കാണിക്കും. പക്ഷേ ഏത് പ്രൈസിലാണ് നമ്മൾ ഇട്ടേ നമുക്ക് കാണുകയും ചെയ്യാം അല്ലേ? ആ വീഡിയോ ഇനി നമുക്ക് പിന്നീട് ഞാൻ എങ്ങനെയാണത് ക്യാഷ് ഇല്ലാതെ നമുക്ക് ഒരു ആക്ച്വൽ പൊസിഷൻ ലൈവ് മാർക്കറ്റിൽ എങ്ങനെ ഡിപ്ലോയ് ചെയ്യുക എന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ അതിന് നിങ്ങൾക്ക് വേണ്ടത് എന്താണ്? നിങ്ങളുടെ കമൻസ് ആണ് വേണ്ടത്. നോ നെക്സ്റ്റ് സ്വീപ്പ് ഓഫ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു സ്ട്രക്ചറിനകത്ത് സ്വീപ്പ് ഓഫ് ലിക്വിഡിറ്റി ഇതാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതാണ് സ്വീപ്പ് ഓഫ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് നെക്സ്റ്റ് അടുത്ത ട്രേഡിന് വേണ്ടിയിട്ടുള്ളത്. സോ നെക്സ്റ്റ് 1 മോർ ക്യാൻഡിൽ വന്നു, 1 ക്യാൻഡിൽ താഴോട്ട് വന്നു. ഒരു സ്വീപ്പ് നടക്കുന്നുണ്ടോ? ഇല്ല. നൗ ഇവിടെ എന്തെങ്കിലും ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. അപ്പം നമ്മുടെ സെറ്റപ്പിലൊന്നും ക്വാളിഫൈ ചെയ്യുന്നില്ല. സോ നെക്സ്റ്റ് വീണ്ടും വരുവാണ്, മാർക്കറ്റ് മുകളിലേക്ക് പോവാണ്. സോ 1 2 3 സ്വീപ്പ് ഓഫ് ലിക്വിഡിറ്റി നടക്കുന്നില്ല. So now sweep of liquidity. See, look at this, how beautifully done. Look at this, sweep of liquidity, imbalance, increased volume, എല്ലാ സംഭവം ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ? ഇമ്മീഡിയറ്റ്ലി നമ്മൾ ഇതിന് ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്ത് യൂഷ്വലി വാട്ട് ഈസ് ഹാപ്പനിങ്, ഈ ട്രേഡ് ചെയ്ത് ഈ ഒരു ക്യാൻഡിൽ എന്ന് പറയുന്നത്, ഈ ഒരു പർട്ടിക്കുലർ ക്യാൻഡിൽ എന്ന് പറയുന്നത് ട്രേഡ് ചെയ്ത് ഇങ്ങനെയാണ് ഇറങ്ങി വരുന്നത് അല്ലേ? ഇങ്ങനെ ഇറങ്ങി വരുമ്പം do you have a contextual reference that it is sweeping the liquidity ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് എൻ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇമീഡിയറ്റ്ലി നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇൻക്രീസ്ഡ് വോളിയം വരുന്നുണ്ട്, സ്വീപ്പ് ഓഫ് ലിക്വിഡിറ്റി വരുന്നുണ്ട്, ഇംബാലൻസ് ഈസ് ക്രിയേറ്റഡ്, റൈറ്റ്? ലുക്ക് അറ്റ് ദിസ് ബ്യൂട്ടി ഓഫ് ദ സെറ്റപ്പ്. ഇംബാലൻസ് ഈസ് ക്രിയേറ്റഡ്, ഇമ്മീഡിയറ്റ്ലി പ്രൈസ് ടച്ച് ചെയ്തു, സെയിം മൂവ്മെൻറ്റ് റിവേഴ്സ് ചെയ്തു പ്രൈസ്. ആ ഒരു മൂവ്മെൻറ്റ് ക്യാച്ച് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ ഇവിടെ വെച്ച് നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ ആക്ച്വലി ഇറ്റ്സ് അബൌട്ട് പ്രാക്ടീസ്, ഇറ്റ്സ് അബൌട്ട്. അപ്പോൾ ലൈവ് മാർക്കറ്റിൽ നമ്മളിത് നോക്കിയിരുന്നിട്ട് എങ്ങനെയാണ് സ്വീപ്പ് ഓഫ് ലിക്വിഡിറ്റി ഈ കാര്യങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് മാർക്കറ്റിലെ കോൺഫ്ലുവൻസസ് എല്ലാം കൂടെ ക്ലബ് ചെയ്ത് എൻട്രി ഫോർമേഷൻ, സ്വീപ്പിംഗ് ദ ലിക്വിഡിറ്റി ആൻഡ് ക്രിയേറ്റിംഗ് ഇംബാലൻസ് ആൻഡ് ഇൻക്രീസ്ഡ് വോളിയം ഈസ് പോപ്പിംഗ് ഔട്ട്, വി ആർ ഗോയിങ് ടു ഗെറ്റ് ഇൻ ടു ദ ട്രേഡ്, ഡെമോ ട്രേഡ്. ഓക്കെ, അപ്പോൾ ഡെമോ ട്രേഡിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഡെമോ ട്രേഡ് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോംസ് ഉണ്ടല്ലോ. അപ്പോൾ അതിൽ പോയി ഡെമോ ട്രേഡ് ചെയ്ത് നോക്കുമ്പോൾ യു അണ്ടർസ്റ്റാൻഡ് ദ പ്രൈസ് മെക്കാനിസം, റൈറ്റ്? നെക്സ്റ്റ് ട്രേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സോ റൂൾസ് ബേസ്ഡ് ട്രേഡിങ്ങിൽ നൗ ഇനി ഇവിടെ എവിടെയാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്? ഇവിടെയാണ് ലിക്വിഡിറ്റി, റൈറ്റ്? ഈ വന്നിരിക്കുന്ന ലാസ്റ്റ് ലോ ആണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. അതിന് ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്തു, റൈറ്റ്? അതിനുശേഷം പ്രൈസ് എങ്ങോട്ട് വന്നു? ഇതിന് മുകളിൽ വന്നു. സോ ഇതിന് ബോട്ടം പ്രൈസ് ട്രേഡ്, ഈ പർട്ടിക്കുലർ ക്യാൻഡിലിൻ്റെ ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ പ്രൈസ് ട്രേഡ് ചെയ്യുമ്പോൾ നമ്മുടെ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഈ പർട്ടിക്കുലർ ലൈന്, അതിന് താഴെ പ്രൈസ് ട്രേഡ് ചെയ്യുമ്പോൾ ഈ റെഡ് ക്യാൻഡിൽ നമ്മളുടെ ടാർഗറ്റിന് മുകളിൽ വന്നു. പക്ഷേ ആ സമയത്ത് അവിടെ ഇംബാലൻസ് ഉണ്ടായിരുന്നു, ഓൺലി ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. സോ ഇത് നമ്മളുടെ ട്രേഡാണോ? അല്ല. മനസ്സിലായോ? സോ
അങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്ത് വെക്കുന്നതിനകത്ത് നമ്മൾ ഇത് ചെയ്യാൻ പാടില്ല. സോ നമ്മൾ നെക്സ്റ്റ് 1, 2, 3 ക്യാൻഡിൽ കണ്ടു. സോ 3 ക്യാൻഡിൽ കണ്ടു, ഇംബാലൻസ് ഈസ് ഫോംഡ്, ഇൻക്രീസ്ഡ് വോളിയം ഈസ് ഫോംഡ്. ഈസ് ദിസ് സ്വീപ്പിംഗ് ദ ലിക്വിഡിറ്റി? നോ. ആൻസർ ഈസ് നോ. സോ വൈ ഡു വി ഗെറ്റ് ഇൻ ടു ദ ട്രേഡ്? ഡെമോ ട്രേഡിലാണെങ്കിൽ പോലും വൈ ഡു വി ഗെറ്റ് ഇൻ ടു ദ... അടുത്തത് സ്വീപ്പ് ഓഫ് ലിക്വിഡിറ്റി, ഇംബാലൻസ്, ഇൻക്രീസ്ഡ് വോളിയം, റൈറ്റ്. 3 മിനിറ്റിൻ്റെ ക്യാൻഡിൽ, പ്രൈസ് കയറി ഇവിടെ നിൽക്കുകയാണ്, സെൽ. ലുക്ക് അറ്റ് ദിസ്. ഇവിടെ +57 ഇവിടെ നിൽക്കണം, +57. ഓക്കെ, ഇതുണ്ടോ? ഇത് നമ്മളിപ്പോൾ മുമ്പേ ചെയ്തതിൻ്റെ അത് റോങ് ആയിട്ടുള്ള ട്രേഡായിരുന്നു. അപ്പോൾ നമ്മൾ ആക്ച്വലി പ്രൈസ് താഴെ വന്നിട്ടില്ല. ഇവിടെ സ്വീപ്പ് ഓഫ് ലിക്വിഡിറ്റി ഉണ്ടായിരുന്നോ? ഇല്ല. സോ നമ്മൾ ആ ട്രേഡ് നമ്മൾ അവോയ്ഡ് ചെയ്തു. നമ്മളിവിടെ +57 കിടക്കുകയാണ്. ഇനി നമ്മൾ നോക്കുന്നത് ഇതിന് നമ്മളുടെ എല്ലാ ക്വാളിറ്റിയിലുമുള്ള ട്രേഡ് സെറ്റപ്പ് നമ്മളിവിടെ ഉണ്ട്. അപ്പോൾ സ്വീപ്പ് ഓഫ് ലിക്വിഡിറ്റി നമുക്കിവിടെ വേണ്ടത് എത്രയാണ്? 50 പോയിൻറ്റ്, റൈറ്റ്. അല്ലെ, ഒരു 42 പോയിൻറ്റ്. ഈ 42 പോയിൻറ്റ് എന്താണ്? ഈ പർട്ടിക്കുലർ ലിക്വിഡിറ്റി മിറ്റിഗേഷനും കൂടെ നമ്മൾ നോക്കുക. പ്രൈസ് ഒരിക്കലും മിറ്റിഗേഷൻ ടു മിറ്റിഗേഷൻ ഇങ്ങനെ വരുന്നത്. ഇവിടെ പ്രൈസ് വരുന്നിട്ടുണ്ട് അല്ലേ, ഈ ഒരു ഹൈ, ഇതാണ് ഹൈ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മളെന്താണ്, പ്രൈസ് ഇങ്ങനെ വന്ന് ലിക്വിഡിറ്റി ക്ലിയർ ചെയ്തു, അതിനുശേഷം എന്ത് ചെയ്യുന്നു? വീണ്ടും പ്രൈസ് താഴെ വരുന്നു, അതിനുശേഷം പ്രൈസ് മുകളിലോട്ട് പോകുന്നു വീണ്ടും. ഇങ്ങനെയാണ് പ്രൈസിൻ്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കോൾഡ് റീടെസ്റ്റ് എന്നൊക്കെ നമ്മൾ പഠിക്കില്ല, നമ്മുടെ ഓൾഡ് കൺസെപ്റ്റ്. അപ്പോൾ ഇങ്ങനെ വരുന്നു. അപ്പം നെക്സ്റ്റ് ക്യാൻഡിൽ നമുക്ക് നോക്കാം. നമ്മളുടെ ക്യാൻഡിലിൻ്റെ നെക്സ്റ്റ് ക്യാൻഡിലിൽ നമുക്കിവിടെ ഓൾറെഡി ആ ഒരു ക്വാളിറ്റിയിലുള്ള സംഭവം നടന്നുകൊണ്ട് നമുക്ക് ഓൾറെഡി ആ ഒരു എക്സിറ്റ്. സോ 99 പോയിൻറ്റ്സ്. സോ പ്രൈസ് ഓൾറെഡി വന്നു, മിറ്റിഗേറ്റ് ചെയ്തു, പ്രൈസ് നേരെ തിരിച്ച് നമ്മൾ പറഞ്ഞ രീതിയിൽ തന്നെ തിരിച്ച് മുകളിലോട്ട് പോയി. ഇപ്പോൾ സ്മോൾ ടാർഗറ്റിലാണെങ്കിൽ പോലും നമ്മൾ നെക്സ്റ്റ് എന്താണ് നമ്മളുടെ സ്വീപ്പ് ഓഫ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്? ഇതാണ് നമ്മുടെ സ്വീപ്പ് ഓഫ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് അല്ലേ. ആ സ്വീപ്പ് ഓഫ് ലിക്വിഡിറ്റിയിൽ ഇവിടെ നമ്മൾ ട്രേഡ് എടുക്കുകയാണെന്ന് വിചാരിച്ചു. സോ ഈ നെക്സ്റ്റ് ക്യാൻഡിലിൽ ഓൾറെഡി യു ആർ ഔട്ട്. സിമ്പിൾ ട്രേഡ് സെറ്റപ്പ് അല്ലേ. യു ആർ ഔട്ട് ഇൻ ദ സെൻസ് ഇവിടെ നമ്മൾ ചോദിക്കേണ്ട ചോദ്യം എന്തൊക്കെയാണ്? ഈ സ്വീപ്പ് ഓഫ് ലിക്വിഡിറ്റിയിൽ ഡു യു നീഡ് എ ട്രേഡ് ഓർ നോട്ട്? ഇസ് ഇറ്റ് എ സ്വീപ്പ് ഓഫ് ലിക്വിഡിറ്റി? എൻട്രി അറ്റ് ദ ടൈം ഓഫ് എൻട്രി, സ്വീപ്പ് ഓഫ് ലിക്വിഡിറ്റി, യെസ്. വാസ് ദർ ഇംബാലൻസ്? ഇംബാലൻസ് ഇവിടെ ഉണ്ടായിരുന്നോ? ഇല്ല. ഇസ് ദർ ഇൻക്രീസ്ഡ് വോളിയം? യെസ്, ഇൻക്രീസ്ഡ് വോളിയം. കണ്ടീഷൻ നമ്പർ 2 ഈസ് നോട്ട് മീറ്റിംഗ്, റൈറ്റ്. അത് ആ ഒരു കണ്ടീഷൻ നമ്പർ രണ്ടാമത്തെ കാര്യം നമുക്കവിടെ കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് അവിടെ എൻട്രി വേണോ? വേണ്ട. സോ ദിസ് ഈസ് നോട്ട് യുവർ കപ്പ് ഓഫ് ടീ, ലെറ്റ് ഇറ്റ് ബി ഹിയർ, ഫിനിഷ്. അണ്ടർസ്റ്റുഡ്? ബിക്കോസ് നമ്മൾ ഈ റൂൾസ് വയലേറ്റ് ചെയ്യുമ്പോൾ വാട്ട് ഈസ് ഹാപ്പനിങ്? യുവർ ബ്രെയിൻ വിൽ നോട്ട് ലിസൺ ടു യു ബിക്കോസ് യു ആർ ഡൂയിങ് റാൻഡം ആക്ടിവിറ്റി. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു, നമ്മൾ റൂൾസ് ഡിഫൈൻ ചെയ്തിട്ട് ആ ഡിഫൈൻ ചെയ്യുന്ന റൂൾസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ട്രേഡ് എടുക്കാൻ പോകുന്നത്. അപ്പം ഇത് ഇമോഷനായിട്ട് എങ്ങനെയാണ് കണക്റ്റ് ആകുന്നത്? നമ്മളുടെ ഇമോഷനായിട്ട് കണക്റ്റ് ആകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വികാരമായിട്ട് ഇത് കണക്റ്റ് ആകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചിന്തകളെ മറച്ചു കളയാണ് ചെയ്യുന്നത്. ബിക്കോസ് ആ മറവ് എങ്ങനെയാണ് വരുന്നത്? ബിക്കോസ് ഓഫ് ദ പ്രൈസ് മൂവ്മെൻറ്റ്. പ്രൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നുണ്ട്, അവിടെ നമ്മുടെ കണ്ണടഞ്ഞു പോകും. അപ്പോൾ നമ്മൾ റൂൾസ് മറന്നു പോകും. ഇവിടെ കണ്ണടഞ്ഞു പോകരുത്, ഇവിടെ എന്തെങ്കിലും നടക്കട്ടെ. അവിടെ നമുക്കിവിടെ ഈ മൂവ്മെൻറ്റ് ക്യാപ്ചർ ചെയ്യണമോ എങ്കിൽ യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ നരേറ്റീവ് ഓഫ് ദ മാർക്കറ്റ്. യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ പ്രൈസ് റിതം, പ്രൈസ് മൂവ്മെൻറ്റ് അല്ലേ. അപ്പോൾ പുൾ ബാക്ക് എന്താണ്? ഓവറോൾ ഇതൊരു കംപ്ലീറ്റ് ഒരു എന്താ പറയുന്നത്, എഞ്ചിനീയർഡ് ലിക്വിഡിറ്റി, സ്വീപ്പ് ഓഫ് എഞ്ചിനീയർഡ് ലിക്വിഡിറ്റി. കണ്ടക്ച്വൽ റെഫറൻസ് ഈസ് ഫോമിങ്. സോ ദെർ യു നോ ദാറ്റ് യു ക്യാൻ ഗെറ്റ് ഇൻ ടു ദിസ് ട്രേഡ് അല്ലേ. അപ്പം അതിനെ നമ്മളിങ്ങനെ കുറേ നാൾ മാർക്കറ്റിൻ്റെ ഒപ്പം പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് എന്തുകൊണ്ടാണ് ഈ ഒരു മൂവ്മെൻറ്റ് ഇത്ര ഹെക്ടിക് മൂവ്മെൻ്റ് ആയിട്ട് വരുന്നതിൻ്റെ കാര്യം എന്താണ്? ലോട്ട് ഓഫ് പീപ്പിൾ ആർ ഹിയർ, ലവ്ലി ഹ്യൂമൻസ് ആർ ദിയർ, ആൻഡ് വേർ ആർ ദ മാസസ്? ഹിയർ ആർ ദ മാസസ്. ആൻഡ് വേർ ഇസ് ദ ലിക്വിഡിറ്റി? ഹിയർ ഇസ് ദ ലിക്വിഡിറ്റി. ക്ലിയർഡ് ഔട്ട് ഓൺ എ സിംഗിൾ ഗോ, യെസ്, ഫിനിഷ്, ഗെയിം ഈസ് ഓവർ. സോ ഇങ്ങനെയാണ് നമ്മൾ മാർക്കറ്റിൽ കണ്ടക്ച്വൽ റെഫറൻസോടുകൂടി ട്രേഡ് ചെയ്യുന്നത്. സോ ഈ റൂൾസിൽ എന്തെങ്കിലും വയലേറ്റ് ചെയ്യുമ്പോൾ എന്താണ് ആക്ച്വലി സംഭവിക്കുന്നത്? ട്രേഡിങ്ങിൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ ആദ്യം നമ്മളെ ലിസൺ ചെയ്യും. ഫസ്റ്റ് ടൈം നമ്മൾ റൂൾ സെറ്റ് ചെയ്യുമ്പം നമ്മൾ വളരെ പെർഫെക്റ്റ് ആണ്, ഓക്കെ, നമ്മൾ സെറ്റ് ചെയ്തു, എവറിത്തിങ് ഈസ് ഓക്കെ. ഫസ്റ്റ് ടൈം യുവർ ബ്രെയിൻ ഈസ് ലിസണിങ് ടു യു അല്ലേ. നമ്മുടെ ബ്രെയിൻ നമ്മളെ തന്നെ ലിസൺ ചെയ്യുകയാണ്. ഇറ്റ് ഈസ് ഒബേയിങ് യു. ഓക്കെ, നമ്മൾ അങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. നൗ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യു ആർ ഡൈലൂട്ടിങ് ഇറ്റ്. ഓക്കെ, അപ്പം എന്ത് സംഭവിക്കുന്നു? ആദ്യം നമ്മൾ 1-2 കറക്റ്റ് റൂൾസിനെ ബേസ് ചെയ്ത് അങ്ങോട്ട് ചെയ്തു. രണ്ടാമത് എന്ത് സംഭവിച്ചു? രണ്ടാമത് നമ്മൾ ഒരു സംഭവം നമ്മൾ ഡിഫൈൻ ചെയ്തേക്കുന്ന റൂൾസിനകത്ത് ഇല്ലാതെ തന്നെ നമ്മൾ ട്രേഡിലേക്ക് കയറുന്നു. എന്തുകൊണ്ടാണ് കയറുന്നത്? ബിക്കോസ് യു ആർ സീയിങ് എ ഹെക്ടിക് മൂവ്മെൻറ്റ് അപ്പ് ആൻഡ് ഡൗൺ അല്ലേ. ആ ഒരു മൂവ്മെൻറ്റിൽ നമ്മൾ വിചാരിക്കുന്നു നമുക്ക് കയറണം എന്ന് നമ്മൾ വിചാരിക്കുന്നു. അപ്പം നമ്മൾ കയറാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ഇമ്മീഡിയറ്റ്ലി കയറുന്നു. അപ്പോൾ നമ്മൾ റൂൾസ് ബേസ്ഡ് ട്രേഡിംഗ് ആണ്. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാകുന്നു, നമുക്ക് റിയലൈസ് ചെയ്യുന്നു റൂൾസിൽ സെക്കൻഡ് വൺ നമ്മൾ ഫോളോ ചെയ്തിട്ടില്ല. സോ നമ്മൾ ആ ഫീൽഡ് റൂളായിപ്പോയി.
അപ്പോൾ നമ്മളത് റിയലൈസ് ചെയ്ത് കഴിയുകയും നമുക്ക് ഓൾറെഡി നമുക്ക് മനസ്സിലായി ഇത് നമ്മൾ റൂൾസ് ഫോളോ ചെയ്യാതെയാണ് ആ പർട്ടിക്കുലർ ട്രേഡ് എടുത്തിരിക്കുന്നത് എന്നുള്ളത് ഇമ്മീഡിയറ്റ്ലി യു വിൽ അണ്ടർസ്റ്റാൻഡ്. ബിക്കോസ് നമ്മൾ ആ സിമ്പിളി ചാർട്ടെ നോക്കുമ്പോഴത്തേന് എന്ത് പറ്റി ആ ട്രേഡ് ഫെയിൽ ആകാനെന്ന് നമ്മൾ നോക്കുമല്ലോ. ആ നോട്ടത്തിൽ your brain understand that you are not following your rules, and next time your brain will not listen to you. Again you will go for a random trades, and if you do random trades you will do random activities in your life. Similarly, if you do random activities in your life you will do random trades. Simple. അപ്പോൾ ഇന്നത്തെ ലെക്ചർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ പറഞ്ഞ രീതിയിൽ നിങ്ങളെല്ലാവരും റീപ്ലൈ ബട്ടൺ അടിച്ചിട്ട് നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കൊണ്ടേയിരിക്കുക. യു ഡിഫൈൻ യുവർ റൂൾസ്. ഞാനിത് പറഞ്ഞു തരേണ്ട കാര്യമില്ല. സ്വീപ്പ് ഓഫ് ലിക്വിഡിറ്റി അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ഡിഫൈൻ ചെയ്തതിന് ശേഷം മാർക്കറ്റിനൊപ്പം നമ്മൾ പതുക്കെ സഞ്ചരിക്കുമ്പോഴാണ് യു ആർ എ പ്രൊഫഷണൽ ട്രേഡർ ഓഫ് ട്രേഡിംഗ് സീക്രട്സ് യൂട്യൂബ് ചാനൽ എന്ന് പറയാൻ പറ്റുന്നത്. ഇന്നത്തെ ലെക്ചർ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നന്മകൾ വരട്ടെ. ആൻഡ് സി യു ഇൻ അനദർ വീഡിയോ.